നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, അച്ഛൻ ഐസ്ക്രീം കഴിക്കാൻ കൊതിയാവുന്നെന്ന്. നമ്മള് ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോണോന്ന് അച്ഛൻ പറഞ്ഞു. സർ, അർജന്റായി ചെയ്യാനായി ചില വർക്കുകളുണ്ട്. മാത്രമല്ല വീട്ടുകാരോട് ഞാൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാനിപ്പോ ഐസ്ക്രീം പാർലറിലേക്ക് വരുന്നില്ല എന്ന് പറയായിരുന്നു. ഐസ്ക്രീം കഴിക്കുന്ന കാര്യം ആരാ പറഞ്ഞേ? അമ്പടി കള്ളി, നിന്നെ ഞാൻ ദിയമോൾ എന്തിനാ ചിരിക്കുന്നേ? നമ്മള് 3 പേരും കൂടി പുറത്തു പോയി ഐസ്ക്രീം കഴിക്കണമെന്ന് സാറ് നിർബന്ധിച്ചെന്നാ ദിയമോള് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ മോൾക്ക് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഐസ്ക്രീം കഴിക്കണം. പ്ലീസ് അച്ഛാ, അച്ഛന്റെ മോളല്ലേ ഞാൻ. വന്ദന, മോളുടെ ആഗ്രഹമല്ലേ? നമുക്ക് ഒരുമിച്ച് ഐസ്ക്രീം പാർലറിലേക്ക് പോവാം. സാർ, അത് വാ വാ അമ്മേ, വാ അച്ഛാ. വാ വരൂ. അതിങ്ങ് താമോളെ. വേണ്ട, ദിയമോൾ ഓർഡർ ചെയ്യട്ടെ. അയ്യോ മോളെ. വന്ദന, അവൾ ഓർഡർ ചെയ്തിട്ട് വരട്ടെ. മോളെ, അങ്കിള് ഐസ്ക്രീം വേണം. ഏതാ വേണ്ടേ? സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ്, ഫ്രൂട്ട് സലാഡ്? ആദ്യം 3 വാനില എടുത്തോ. സാറ് വളരെ നല്ല രചന. അതെന്താ വന്ദന അങ്ങനെ തോന്നാൻ? മോളോടുള്ള കരുതലും സ്നേഹം കാണുമ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ അച്ഛനും അമ്മയും. ആ സ്നേഹം ആസ്വദിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വേണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഒരു കുറവും വരില്ല വന്ദനയ്ക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയുടെ അടുത്തേക്കാണ് വന്ദന വരാൻ പോകുന്നത്. ഒരു വളർത്തു മകനെന്ന് തോന്നൽ എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു അമ്മയുടെ സ്നേഹം അനുഭവിച്ചതുകൊണ്ടാവാം ഞാനും എന്റെ മോൾക്കൊരു അമ്മയെ തേടിയത്. ഇത് മോൾക്ക് കഴിക്കാം. നിന്റെ ഭക്ഷണം മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ടുണ്ട്, പോയി എടുത്തു കഴിക്കേ. ചെല്ലു മക്കളെ, ചെല്ലടാ, ചെല്ല്, പോയി എടുത്തു കഴിക്ക. ചെവിയും നാക്കും ഇല്ലാത്തവനാ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുട്ടി. എന്റെ കൃഷ്ണ.
ഗുരുവായൂരപ്പ ഭഗവാനെ, എനിക്ക് വേണ്ട, നീ കഴിച്ചോ? വേണ്ടടാ. മോനെ, മുത്തശ്ശി മരിക്കുമ്പോ മുത്തശ്ശിക്ക് വേണ്ടി തൂശനിലല്ലേ ഇതുപോലെ ഒരു പിടി ചോറുരുട്ടി വെക്കണം. എന്നാലേ ഈ മുത്തശ്ശിക്ക് മോക്ഷം കിട്ടും, ആത്മാവിന് തൃപ്തി കിട്ടും. എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നേ? കല്യാണം അടുത്തു. അത് നടത്താനുള്ള പണത്തിന് ഓടി നടക്കുക അച്ഛനും അമ്മയും. പണമൊന്നും ഒത്തിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മക്കളെ സഹായിക്കണം നമ്മ പറയില്ലായിരുന്നല്ലോ. ഒരു രീതിയിലും പ്രകാശേട്ടനും മനോജും കൊടുക്കില്ലെന്ന് മനസ്സിലായപ്പോഴാ അമ്മ മാറ്റി പറഞ്ഞത്. ശരിയല്ലേ വർഷേ? എന്നെക്കൊണ്ട് അച്ഛനും അമ്മയും എന്ന് സങ്കടം അനുഭവിച്ചിട്ടേ ഉള്ളൂ. കല്യാണം നടത്താനുള്ള പണം ശരിയായിട്ടുണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങാവണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആഗ്രഹം മാത്രം പോരല്ലോ. ജോലിയും കൂലിയില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? എന്റെ പഠിത്തത്തിനുള്ള പണം പോലും അവരെ കൊണ്ട് ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥയാ എന്റേത്. ഞാൻ ആലോചിച്ചിട്ട് അതിനൊരു വഴിയേ ഉള്ളൂ. ഈ പഠിത്തം അങ്ങ് അവസാനിപ്പിക്കുക. പാടില്ല മോളെ, പഠിപ്പ് മുടക്കരുത്. പഠിച്ചു വലിയൊരു ജോലി നേടി അച്ഛനമ്മമാർക്ക് തുണയാകേണ്ടവളാ നീ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അച്ഛനൊന്ന് സഹായിക്കാൻ എന്താ വഴിയെന്ന് ഞാൻ ആലോചിക്കുന്ന. ചേച്ചി ചേച്ചി എവിടെ പോവാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.